അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷിഫേദ നുസൈബയ്ക്ക് വിളിക്കുന്നു. ഹലോ നുസൈബ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എടി ഷിഫ, എന്തൊക്കെയാണ് നിൻ്റെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ, സുഖാണെടി. അതെ, നിങ്ങളിനി വല്ലാതെ പേടിക്കൊന്നും വേണ്ടിട്ടോ. നിനക്ക് ഈ ദുനിയാവിലെ ഏറ്റവും പേടിയുള്ള ആളാരാ? അതെന്താടി ചോദിക്കേണ്ട ആവശ്യം? അത് മറ്റാരുമല്ലല്ലോ, അയാളല്ലേ. അതെ, അവനൊക്കെ നമ്മൾ പൂട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് സമയവും പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം അയാൾക്ക് കുറച്ച് പിൻബലം കൂടുതലാണല്ലോ. അതുകൊണ്ട് എന്തൊക്കെയായാലും തൽക്കാലം നീയും നിൻ്റെ ഷമ്മാസൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ അയാൾക്കെതിരെ പരാതി കൊടുത്തു, വിളിച്ചു പറഞ്ഞു. ആ ഒരു വോയിസ് അടക്കം ഞാൻ സാറിന് വിട്ടുകൊടുത്തു. ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. എടി നുസൈബ, അവരുടെ ഭാര്യയെ കണ്ടപ്പോൾ പാവം തോന്നി. വല്ലാത്തൊരു സ്ത്രീ. കാരണം ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അവരുടെ മുഖം കണ്ടാൽ അറിയാൽ അവരുടെ ആ ഒരു വേദന മനസ്സിൻ്റെ. സത്യമായിട്ടും എടി, എനിക്ക് സത്യം പറഞ്ഞാൽ പാവം തോന്നി. ഞാൻ അവരുടെ വീട്ടിലേക്കൊക്കെ പോയി അവരുടെ കൂടെ പോയി കൊടുത്തു. പാവല്ലേ നമ്മുടെ ഉമ്മ. നമ്മളെ ഉമ്മമാരെ കുറിച്ച് ഓർത്താൽ പോരെ? നമ്മളെ ഉമ്മയെ പോലെ തന്നെയല്ലേ ഷിഫ. അല്ലെങ്കിലും നീ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പെണ്ണാണ്. അതുകൊണ്ട് എന്തിടി, അങ്ങനെയൊന്നുമില്ല. ഹെൽപ്പ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഇനി നിങ്ങൾക്ക് വിഷമിക്കൊന്നും വേണ്ടട്ടോ. നീ പേടിക്കന്നെ വേണ്ട. കാരണം ഇപ്പോൾ താൽക്കാലികമായി അയാൾ ഉള്ളിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങുമോ എന്ന് ഏത് നിമിഷവും പറയാനൊന്നും പറ്റില്ല. എന്നാലും പേടിക്കണ്ട. ഇനി ഒരു കണ്ണ്, പോലീസിൻ്റെ ഒരു കണ്ണ് അയാളുടെ മേലെ ഉണ്ടാവും. കാരണം ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ആളുകളെ ഉപദ്രവിച്ച് വേദനിപ്പിച്ച് അയാളുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആളല്ലേ. എന്തൊക്കെ തന്നെയാലും എസ് ഐൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നുസൈബക്ക് എന്തെന്നറിയില്ല, മനസ്സിനൊരു സന്തോഷം. പടച്ച റബ്ബേ, ഇനിയെങ്കിലും പേടിയില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാവുമല്ലോ എന്നോർത്ത്. ഷിഫ, നീ ഒന്ന് വാടി എൻ്റെ അടുത്തേക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ നിന്നെ കാണാൻ കൊതിയാവുന്നുണ്ട്. എടി പെണ്ണെ, ഇനിയിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമല്ലോ. നിൻ്റെ പുതിയാപ്പിളച്ചക്കനായി ഷമ്മാസ് വരുമല്ലോ. അതുപോലെ ഞാനൊന്നും ഇനി ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഹേയ്, അങ്ങനെയൊന്നുമല്ലടി. നമുക്ക് നല്ലൊരു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവേണ്ടവരാണ്. ആ ഒരു ബന്ധം ഒരിക്കലും മാഞ്ഞു പോവില്ല. എൻ്റെ ഷിഫ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ തന്നെയാണ്. ഒരിക്കലും നിന്നെ മറക്കാൻ കഴിയില്ലടി. കാരണം അത്രക്കും നല്ല ഉപകാരങ്ങളാണ് നീ എനിക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം കൊണ്ടും. ഷിഫ, നീ വരുമോ ഇങ്ങോട്ട്? ഞാൻ നോക്കട്ടെ, ഉമ്മയോട് ചോദിച്ച് നോക്കട്ടെ കേട്ടോ. നിൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ വിടായി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം എന്താ, നോക്കട്ടെ. പറ്റുമെങ്കിൽ ഞാൻ അങ്ങോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ചിലപ്പോൾ ഞാൻ ഒറ്റക്കാവില്ല കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ ഉമ്മയും ഉണ്ടാവും. ആയിക്കോട്ടെ, അതിനെന്തൊരു സന്തോഷം. നിങ്ങൾ വരുമോ രണ്ടുപേരും? ആ, ഇൻഷാ അല്ലാ ഞാൻ വരാം കേട്ടോ. എന്നാൽ ഈ സമയത്ത് ഷമ്മാസിൻ്റെ ഉമ്മയും ഉമ്മയുടെ അനിയത്തിമാരുടെയൊക്കെ വീട്ടിലേക്ക് പോയതായിരുന്നു. കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയണ്ടേ. കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് നിക്കാഹ് ഉറപ്പിക്കുവാനാണ് പ്ലാനിങ്. ഷമ്മാസും ഉമ്മയും വന്നത് കണ്ടപ്പോൾ ഉമ്മയുടെ അനിയത്തിക്കും ഒക്കെ വലിയ സന്തോഷമായി. മാഷാ അല്ലാ, ആരാണിപ്പോൾ ഇത്? ഓഹ്, ഷമ്മാസ്. ഷാമോനിപ്പോൾ ഈ ഒരു വൈക്കൊന്നും വരാനൊന്നും ഒരു ഒഴിവില്ലല്ലോ അല്ലേ? തിരക്കല്ലേ. വലിയ മുതലാളിമാരൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും, തിരക്കും കാര്യങ്ങളും ഷോപ്പും ഒക്കെ ആയിട്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ ഒന്ന് സുഖമില്ലാതൊക്കെ ആയി. സാരമില്ല, ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റില്ലേ? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒക്കെ മാറിയില്ലേ? എളാമ, ഇപ്പം മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായി. അതിൽ ഉമ്മയുടെ അനിയത്തിയുടെ മോളുണ്ട്. അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവൾ അതാ ഷമ്മാസിനോട് പറയുന്നു, ഷമ്മാസ്കാക്ക് ഇപ്പോൾ നമ്മളൊന്നും കണ്ടുപിടിക്കുന്നില്ലല്ലോ അല്ലേ? നമ്മളൊക്കെ മറന്നിട്ടുണ്ടാവും. കണ്ട കാലം ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ ഇത്ര വരെയായിട്ട്. ആദ്യം എങ്ങനെയായിരുന്നു? എന്നോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം മറന്നുല്ലേ? നമ്മൾ പാവങ്ങൾ, നിങ്ങൾ മുതലാളിമാർ. സിനോ, ഈ എന്താടി അങ്ങനെയൊക്കെ പറയണത്? നിങ്ങളോടൊക്കെ നമുക്ക് ഇപ്പോഴും പെരുത്ത് സ്നേഹമുള്ളൂ. പിന്നെ എനിക്ക് പിന്നെ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടൊക്കെ അല്ലേ. ആ, മൂത്തമ്മി അങ്ങനെ തന്നെ വരുന്നില്ല. അന്ന്
മൂത്തമ്മാൻ്റെ മരുമകളെ കൊണ്ടാക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് അവർ വരവ് വന്ന് ഒരു 4 ദിവസം ഇവിടെ നിന്നതാ. പിന്നെ വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. സത്യം പറഞ്ഞാൽ മൂത്തമ്മാനും കാണാൻ കൊതിയായി. എൻ്റെ പൊന്നാര സിനോ, അനക്കും വന്നൂടെ? എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് വരാലോ, ധൈര്യമായിട്ട് വരാലോ മൂത്തമ്മ. അതിപ്പോൾ നിങ്ങളെ മരുമക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു മോശമല്ലേ? എന്ത് മോശം? എൻ്റെ പൊന്നാര പെണ്ണെ, എൻ്റെ മൂത്തമ്മ എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിയാണ്. ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നതിനിപ്പോൾ എന്താ അത്ര വലിയൊരു മടി അല്ലേ? മൂത്തമ്മാൻ്റെ മരുക്കളൊക്കെ ഭയങ്കര ജാടക്കാരികളാണ്. എൻ്റെ റബ്ബേ, അതിനെന്താടി? അവർ ജാട പിടിച്ച് നിൽക്കണേ, അങ്ങനെ നിന്നോട്ടെ, അതിനൊരു കുഴപ്പമില്ലല്ലോ. പിന്നെ അവിടെ വെക്കണം വെളുമ്പണൊക്കെ നമ്മളൊക്കെ തന്നെയല്ലേ, അല്ലാതെ ഓല് വെച്ചുണ്ടാക്കി നമ്മൾ തിന്നണമെന്നില്ല. ധൈര്യമായിട്ട് വരാം വീട്ടിലേക്ക്. അതിനെന്താ? ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 4 ദിവസം മുമ്പ് അവിടെ വരേണ്ടി വരും നിങ്ങളൊക്കെ. എന്ത് കാര്യമാണ്? ഒന്നുമില്ല, ഷാമോനെ കൊണ്ടേ കല്യാണം ഉണ്ടാക്കണേ. ഇനിയിപ്പോൾ എന്താ പഠിച്ചോനെ? ഷാമോനെ കൊണ്ട് ഉണ്ടാക്കുകയല്ലേ? അവൻ ഏതും പെണ്ണിനെ പറ്റണില്ലാന്നോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിരുന്നല്ലോ. നല്ല മറവുള്ള ഇസ്ലാമികമായി നടക്കുന്ന പെൺകുട്ടികളെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ. ആ മോളെ, അങ്ങനെ തന്നെ എനിക്ക് പറ്റുള്ളൂ. മൂത്തമ്മ, നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായോ? ഓഹോ, അപ്പോൾ എന്നിട്ട് എന്തായി കല്യാണത്തിൻ്റെ കാര്യമൊക്കെ? കല്യാണമൊക്കെ ഉറച്ചിക്കണം മോളെ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ നിക്കാഹിനുള്ള ദിവസം നിശ്ചയിക്കണം. അതിന് വേണ്ടി കാര്യപ്പെട്ടവരോടൊക്കെ പറയാൻ ഞാൻ പറ്റില്ലല്ലോ, നിങ്ങളോടൊക്കെ പറയണം. എല്ലാവരോടും പറഞ്ഞ് സമ്മതമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇൻഷാ അല്ലാ നിക്കാഹാണ് നടത്തണം. ഷാനുക്ക, നിങ്ങളുടെ അടുത്ത് ഫോട്ടോ ഉണ്ടോ പുതിയണ്ണിൻ്റെ? ഫോട്ടോ ഒന്നുമില്ല. ഫോട്ടോയൊക്കെ എന്തിനാണ് എടുക്കുന്നത്? അതൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ടല്ലേ. അല്ല, എന്നാലും ഞങ്ങൾക്കൊന്ന് കാണാലോ. അതെ, ഫോട്ടോ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, വെറും ആ ഹിജാബ് മാത്രമേ കാണുള്ളൂ. ആ ഒരു രീതിയിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് മതിയോ? അങ്ങനെയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ കിട്ടുമല്ലോ. ഈ ഷാമോൻക്ക് ഞങ്ങളെങ്ങനെ കളിയാക്കും. മൂത്തമ്മ, ഞാൻ കാര്യത്തിലാണ് ചോദിക്കുന്നുണ്ട്, പുതിയണ്ണിൻ്റെ ഫോട്ടോ ഉണ്ടോ? ഉമ്മ അത് കേട്ട് ചിരിച്ചു. മോനെ, ഷാമോനെ, അതെന്തേ കാണിച്ചു കൊടുക്കടാ. ഉമ്മ, നിങ്ങളെന്തേ പറയുന്നത്? ഹേയ്, അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ അത്ര കാര്യമൊന്നുമല്ലല്ലോ. നമ്മളൊന്ന് പരിചയപ്പെടുമ്പോഴൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കലും അതൊന്നും നമ്മൾക്ക് ഇഷ്ടമില്ല. പിന്നെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഒക്കെ നിക്കാഹ് കഴിയട്ടെ, എന്നിട്ടാകാം ഫോട്ടോ ഷെയർ ചെയ്യലും അതും ഇതൊക്കെ. എന്നാലും ഡൗൽക്കൊന്ന് കാണാൻ പോതിണ്ടാവില്ലേ? ഒന്ന് കാണിച്ചു കൊടുത്തോളാം. ഈ ഷാമോൻക്കായുടെ ഒരു ബീര്യം കണ്ടില്ലേ? എന്താന്നില്ലേ? ഒരു പെണ്ണ് കെട്ടുന്ന ഗമയായിരിക്കും അല്ലേ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഭയങ്കര കളിൻ്റെ ആളായിരുന്നല്ലോ. പിന്നെ ഗൾഫിലൊക്കെ പോയി മലേഷ്യയിലേക്ക് എത്തി. 3-4 വർഷം അവിടെ പഠിപ്പിച്ചിട്ടായി ജോലിയൊക്കെ ആയി തിരിച്ചു വന്ന് വലിയ ആളായി, ഷോപ്പൊക്കെ ഇട്ട്. എന്താ ഗെറ്റപ്പ്. അപ്പം നമ്മളെ പാവപ്പെട്ട നമ്മളെയൊക്കെ മറന്നു. നമ്മളൊക്കെ പാവം കളിക്കൂട്ടുകാരായിരുന്നു. ആദ്യം തറവാട്ടിക്ക് ഞങ്ങളും നിങ്ങളൊക്കെ ഒരുമിച്ച് ചെല്ലുമ്പോൾ എന്തോ ഒരു കാട്ടിലായിരുന്നു ഈ ഷമ്മാസ്. ഞങ്ങളൊക്കെ കളിക്ക് കൂട്ടിയാലും കളിയിൽ തോറ്റാലും ഒക്കെ അടിമേറൊക്കെ ഉണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ചെക്കനെ. ഇപ്പോൾ അവനൊരു വലിയ ആളേക്കണ്. പിന്നോ സത്യമായിട്ടും. പിന്നെ നീ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ ഷാനുക്ക ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. എത്രയായി? 2nd ഇയർ ആയി. ആഹാ, അപ്പം നോക്കാനായല്ലേ കല്യാണം? പിന്നെ ഇപ്പോഴത്തെ അങ്ങനെ കല്യാണം നോക്കിയിട്ടേ ഞാനിപ്പോൾ ഇങ്ങനെ അടുക്കളപ്പഴം എടുക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ടല്ലേ കല്യാണം നോക്കണത്. അതിന് നിന്നെ കിട്ടൂല. കുറച്ചൊക്കെ ഒന്ന് പഠിക്കട്ടെ, പഠിച്ച് ഒരു ജോലിയൊക്കെ ആവട്ടെ, എന്നാലേ ഞാൻ സമ്മതിക്കുള്ളൂ. അല്ലാതെ ഇത് ഇപ്പം തന്നെ കല്യാണം എന്ന് പറയും. പിന്നെ ഒരു വർഷമാകുമ്പോഴത്തേന് കുട്ടിയായി, പിന്നെ കുട്ടിയുണ്ട്, ഇനി പഠിക്കാൻ പോകണ്ട, ഇനി കുട്ടി കുറച്ച് വലുതായിട്ട് ആയിരിക്കും, അപ്പോൾ ഇത് 2ാമത്തെ കുട്ടിയാവും. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ 2 കുട്ടികളൊക്കെ ഇട്ട് പണിക്ക് പോവുക, അത് ജോലിക്ക് പോവുക, പഠിക്കാൻ പോവുക എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിലത്തെ പണിയൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തൊരു ഭാഗത്താക്കി എന്നാൽ തന്നെ അമ്മായിമ്മക്ക് കുശുമ്പായിരിക്കും. ഓളിപ്പോൾ ഈ 2 കുട്ടികളിട്ട് പഠിക്കാൻ പോവല്ലേ, ആ കുട്ടികളെ നോക്കാൻ ഓൾ ആരവിടെ കണ്ടിക്കണ്. അങ്ങനെ ആ പിരാക്കൊക്കെ കേട്ട് എൻ്റെ പൊന്നാറി ഷാനുക്ക, എനിക്കത് കഴിയൂല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവട്ടെ, എന്നിട്ട് മതി കല്യാണമൊക്കെ. അല്ലെങ്കിൽ പിന്നെ ആകെ ഇടങ്ങാറാവും. കുട്ടികളിട്ട് പോകേണ്ട അവസ്ഥ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴേ ഒരു കാര്യമുണ്ട്, ഒരുപാട് ആൾക്കാർ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ പോയിട്ട് തള്ളാർക്കാണ് എൻ്റെ ഇടങ്ങാറ്. അതിപ്പോൾ അമ്മായിമാർക്കായാലും ഉമ്മാർക്കായാലും ഓൽക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഓരോന്നും കഷ്ടപ്പെടുത്തുന്നില്ല. ഇൻഷാ അല്ലാ ഞാൻ പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ജോലിയായിട്ട് ഞാൻ വിവാഹം കഴിക്കണുള്ളൂ. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ ജോലിക്ക് പോകും, അല്ലെങ്കിൽ അവിടെ നിൽക്കും. അതല്ലേ നല്ല തീരുമാനം ഷാനുക്ക? നിങ്ങൾ പറയും. അതേടി, അതൊക്കെ നല്ല തീരുമാനം തന്നെയാണ്. എന്തായാലും ഹയറായത് വരുമ്പോൾ വേണ്ട ഒന്നും പറയണ്ട കേട്ടോ. എപ്പോഴും നല്ല ആളുകളെ കിട്ടിക്കൊള്ളണമെന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്തൊന്നും എല്ലാവരെയും ഒന്നും വിശ്വസിക്കാനും പറ്റില്ല.
എന്തായാലും നല്ലത് വരികയാണെങ്കിൽ കല്യാണം ഉണ്ടായിക്കോട്ടെ. അല്ലല്ല, കുറച്ച് കാര്യം എനിക്കും ചോദിക്കാണ്ട് കേട്ടോ. ഷാമോൻഖാൻ്റെ വൈഫിനെന്താ, വൈഫ് എന്ത് ചെയ്യും? വൈഫോ? സിനോ, നീ എന്തൊക്കെയാണ് പറയുന്നത്? വൈഫൊന്നും ആയിട്ടില്ല. അങ്ങനെയൊന്നും പറയല്ലേ, നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല കേട്ടോ. സോറി, അറിയാതെ പറഞ്ഞതാണ്. കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്താണ് പെണ്ണ് ചെയ്യുന്നത്? എന്താ ജോലിക്ക് പോകുന്നുണ്ടോ? നോക്കാലോ. നിങ്ങൾ എന്നോട് പറയണ്ടല്ലോ വേഗം കല്യാണമൊക്കെ നോക്കാൻ. അപ്പോൾ നിങ്ങളെ വൈഫ് കെട്ടാൻ പോകുന്ന പെണ്ണ് എങ്ങനെ നോക്കാലോ? അവൾ എൻട്രൻസ് എക്സാം എഴുതി നിൽക്കുകയാണ്. എന്തിൻ്റെ? MBBSൻ്റെ. പഠിച്ച റബ്ബേ. ഓഹ്, അപ്പോൾ ഡോക്ടർ ഭർത്താവാകാൻ പോകുന്ന ആളാണല്ലേ? നടക്കട്ടെ. അതേടി, അതിനെന്താ, എനിക്ക് പറ്റൂലേ ഡോക്ടർമാരെ കെട്ടാൻ? അല്ല, പറ്റാഞ്ഞിട്ടല്ല, എങ്കിലും ഡോക്ടറൊക്കെ കെട്ടുക എന്ന് പറയുമ്പോൾ അതല്പം ഒരു ഗമ ആവൂലേ? നമ്മളൊന്നും പിന്നെ തീരെ കണ്ണ് കാണൂല. ഹേയ്, അങ്ങനെയൊന്നുമില്ല പെണ്ണെ. എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളൊക്കെ എൻ്റെ പെങ്ങന്മാരെന്നല്ലേ? എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കുട്ടിയല്ലേ? അപ്പോൾ നിങ്ങളൊന്നും ഒരിക്കലും നമ്മൾ മറക്കൂല. പിന്നെ ഇങ്ങോട്ട് വരാത്തെന്ന് വെച്ചാൽ അത്ര കുറച്ച് ദൂരം ലോങ്ങ് പോരണ്ടേ? അപ്പോൾ വെറുതെ ഒരു വരവൊന്നും നടക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ടേ. പിന്നെ ഉമ്മ ഒരുങ്ങിയിട്ടില്ല. ഇന്നിപ്പോൾ ഉമ്മ ഒരുങ്ങി, അപ്പോൾ ഞാനും ഒരുങ്ങി. ലീവുള്ള ദിവസമൊക്കെ ഉമ്മ എന്നോട് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ കൂടെ എല്ലായിടത്തേക്കും പോകും. അതിന് ഉമ്മ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലേ. സിനു അതാ മൂത്തമ്മയുടെ അടുക്കലേക്ക് പോകുന്നു. മൂത്തമ്മ. എന്ത് പെണ്ണേ? അതെ, മൂത്തമ്മാൻ്റെ മരുവള് ഡോക്ടറാൻ പഠിക്കാല്ലേ? പഠിച്ചോനെ, അങ്ങനെ ആയിട്ടൊന്നുമില്ല. ഓൻ അങ്ങനെ പറഞ്ഞോ? ഓള് എൻട്രൻസ് എക്സാം എഴുതിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ റിസൾട്ട് വരുമ്പോൾ അറിയാം എന്താ സ്ഥിതി ഏതാന്നൊക്കെ. അല്ലാതെ ഡോക്ടറാകാം മോളെ 5 വർഷം പഠിക്കണ്ടേ? എന്നാൽ തന്നെയല്ല MBBS ഒക്കെ ആയിക്കണ്ടേ ഇറങ്ങുള്ളൂ. അതിനൊക്കെ ഇനി കാലം എത്ര ഉണ്ട്? മൂത്തമ്മ പഠിക്കണേ പഠിച്ചോട്ടെ കേട്ടോ. പിന്നെ ഷാമോൻക്കാക്ക് പറ്റുമോ പഠിക്കണ പെൺകുട്ടികളൊക്കെ? ഓന് നല്ല ഹിജാബൊക്കെ ഇട്ട് നല്ല ദീനിയായി നടക്കണവരൊക്കെ അല്ലേ പറ്റുള്ളൂ. അതിൽ മൂത്തമ്മ പറഞ്ഞു, അതിനെന്താ മോളെ, ഹിജാബ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് ദീനിയായി നടക്കണമെന്ന് വിചാരിച്ചിട്ട് എന്താ, അവർക്ക് ഡോക്ടറാകാൻ പറ്റൂലേ? ഈ ഡ്രസ്സൊന്നും ഇല്ലാതെ അഴിച്ചിട്ട് നടക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ നടക്കുകയുള്ളൂ, തട്ടടാതൊക്കെ? അല്ല മൂത്തമ്മ, ഞാൻ പറയാം, ഹിജാബ് ഇട്ട് ഡോക്ടർമാരൊക്കെ എവിടെ? അത് അറബ് നാട്ടിലാണെങ്കിൽ പറ്റും, നമ്മളിവിടെ ഒന്നും അത് നടക്കൂല. ഷാമോൻക്കാക്ക് നല്ല സ്വപ്നങ്ങളുണ്ട്. പക്ഷേ സെലക്ട് ചെയ്തത് കുറച്ച് ഉയർന്ന കൊമ്പായി പോയി പിടിച്ചതല്ലേ. ഇനിയിപ്പോൾ ആ പെണ്ണിന് എൻട്രൻസ് എക്സാമിന് റിസൾട്ട് വന്നാൽ തന്നെ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾ പഠിക്കാൻ പോവും. പിന്നെ ഇപ്പോൾ നിങ്ങളെ വീട്ടിലേക്ക് കിട്ടുമോ? അതിന് എനിക്ക് തോന്നിയില്ലേ. ഈ മൂത്തമ്മാൻ്റെ ഒക്കെ ഒരു കണ്ടുപിടുത്തം. മൂത്തമ്മ മിനിമം ഒരു എന്താ പറയുക, ഒരു ടീച്ചറെ കണ്ടുപിടിച്ചാലും മതിയായിരുന്നു, ഇങ്ങനെയൊന്നും ആക്കണ്ടില്ലായിരുന്നു. ഇത് കുറച്ച് കൂടിപ്പോയി. നടക്കട്ടെ. ഓരോരുത്തരൊരു ഭാഗ്യേ. ഡോക്ടർ ഭാര്യ, ഹസ്ബൻഡ് ബിസിനസ്മാന്, എന്തൊക്കെയാണോ ആയിക്കോട്ടെ. അല്ല സിനോ, എൻ്റെ കല്യാണം നോക്കണ്ടേ? മൂത്തമ്മ ചോദിച്ചു. മൂത്തമ്മ, അതിൻ്റെ വർത്താനം പറയണ്ട, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി. നിനക്കപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടറാണെങ്കിൽ എന്നാൽ പിന്നെ എനിക്കൊരു വക്കീലിനാക്കിയാലോ? അത് കേട്ട് സീന് ചിരിച്ചു. ഞമ്മക്കൊന്നും അങ്ങനത്തെ ജോലിക്കാരൊന്നും കിട്ടൂലേ, നമ്മൾ ഈ ഡിഗ്രി എടുത്തവർക്കൊക്കെ എന്ത് കിട്ടാനാ? എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ചിരിക്കണമെങ്കിൽ പിന്നെയും, ഒന്നുമില്ലെങ്കിൽ ഒരു BDS ആകാനൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞേക്കൊക്കെ ജോയിൻ ആയാൽ മതിയായിരുന്നു. പക്ഷേ അതിനും വേണം ഒരുപാട് ലക്ഷങ്ങളൊക്കെ. ചെറിയ രീതിയിലൊന്നും അതിനൊന്നും പറ്റൂല. മൂത്തമ്മാൻ്റെ അടുത്ത് പിന്നെ നല്ല പൈസക്കാരത്തിയാണല്ലോ മൂത്തമ്മ അല്ലേ? അപ്പോൾ പിന്നെ മൂത്തമ്മക്ക് കുറച്ച് പൈസക്ക് ഒന്ന് സഹായിക്കുകയൊക്കെ ചെയ്യാമല്ലോ. മോളെ, എനിക്ക് എന്താ പഠിക്കേണ്ടത്? എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മൂത്തമ്മാനോട് പറഞ്ഞാൽ പോരെ? അതൊക്കെ മൂത്തമ്മ എന്താ ചെയ്യൂലേ? മൂത്തമ്മ ഇപ്പോൾ ഏതെല്ലാം ഡിഗ്രിക്ക് ചേർന്നില്ലേ, ഇനി ഇപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞ മൂത്തമ്മ, പൈസയൊക്കെ ഉപ്പാൻ്റെ അടുത്ത് ഉണ്ടായിട്ടാ അതുപോലെ അത്രയും ചിലവാക്കൂല, അതുകൊണ്ടാണ്. പിന്നെ മൂത്തമ്മാനെ പോലത്തെ ഒരു ഉമ്മാനെ കിട്ടുകയാണെങ്കിൽ കഴിച്ചിലായി. എല്ലാത്തിനും കട്ട സപ്പോർട്ടും എല്ലാത്തിനും പൈസയൊക്കെ തരുന്നേ. അപ്പോഴതാ അവർക്കുള്ള ചായയും കടിയും എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചിരിക്കുന്നു. സിനി വിളിച്ചു, ഷാമോൻക്ക, മൂത്തമ്മ വരി, ചായ കുടിക്കുക. അപ്പോഴേക്കും എളാമ നല്ല ചൂടുള്ള പഴംപൊരിയും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. എളാമ പറഞ്ഞു, താത്ത എന്തായാലും ഹയറായി കിട്ടട്ടല്ലേ? കാരണം താത്താക്ക് ഇപ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടല്ലേ, മറ്റോരൊന്നും അത്ര അങ്ങോട്ട് പോരല്ലോ സ്വഭാവത്തിനൊന്നും. ഓരങ്ങനെ പഠിച്ചോ ഓരോന്നും കണക്കാക്കല്ലേ. എന്നാലും താത്ത അങ്ങക്കൊരു ടെൻഷനില്ല, നല്ല വർത്താനം ശരിയും കളിക്കാണ് അല്ലേ? എന്നാലും താത്ത നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും, ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. നിങ്ങൾക്ക് അതിന് കഴിയും അല്ലേ? അവരെല്ലാവരും ചായ കൊടുക്കുന്നതിനിടയിൽ
അതാ സിനു ചോദിക്കുന്നു. അല്ല, എന്തിപ്പോൾ പുതിയണ്ണിൻ്റെ പേര്? അത് ചോദിച്ചിട്ടില്ലേ എൻ്റെ പൊന്നാറ് ഷാമോൻക്ക? അതൊക്കെ ചോദിക്കേണ്ടതാണല്ലോ. നിങ്ങൾ പെണ്ണൊക്കെ കാണാൻ പോയില്ലേ? അപ്പോൾ എന്താ പേരും ചോദിച്ചില്ല? പെണ്ണ് കാണാൻ വിളിക്കാത്തതിലും മിഠായി കൊടുക്കാത്തതിലൊന്നും ഞങ്ങളൊന്നും വിളിച്ചില്ല കേട്ടോ. അത് മോളെ, അന്ന് അങ്ങനെയൊക്കെ ആയില്ലേ? മൂത്തമ്മ പറഞ്ഞു. അല്ല, അതിൻ്റെ മുമ്പും ഞങ്ങൾ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ രഹസ്യമായി പെണ്ണ് കാണാൻ പോയതല്ലേ, പോകാൻ നിൽക്കല്ലായിരുന്നോ? സീനോ ഒന്ന് മിണ്ടാതിരിക്കടി, ഓളമ്മ പറഞ്ഞു. ആ പെണ്ണ് അങ്ങനെ തന്നെയാണ്, നാവിട്ടങ്ങനെ അടിക്കും. പിന്നെ പറയാൻ പറ്റുന്നവരോട് അവർ പറയലോട്ടെ. ഓൾ പറഞ്ഞോട്ടടി, ഓൾ പ്രായപ്പം അതല്ലേ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും പറച്ചിലൊന്നും ഉണ്ടാവില്ലല്ലോ. ഓളിങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ സംസാരിച്ചു കൊണ്ടാണ്. ഒന്നുമില്ല, ആരോടും ദേഷ്യം ഒന്നുമില്ല, അങ്ങനെ വെറുതെ സംസാരിക്കും. അല്ല രാമോൻക്ക്, നിങ്ങൾ പറഞ്ഞില്ല കേട്ടോ മണവാട്ടിൻ്റെ പേരെന്താന്നുള്ളത്. മണവാട്ടിയോട് ആ ഒരു പേര് പറയാൻ ഷമ്മാസിന് എന്തോ ഒരു പ്രയാസം പോലെ തോന്നി. അവനൊന്നും മിണ്ടിയില്ല. എന്തപ്പോ? മണവാട്ടിൻ്റെ പേര് ചോദിച്ചപ്പോത്തിന് ഒരാളെ മുഖതാ വാടിയിക്കണ്. അവൻ ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. ഉമ്മ അത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. മണവാട്ടിൻ്റെ പേര് നുസൈബ. നുസൈബേ? പഠിച്ചോനെ, അപ്പം നിങ്ങൾ ആദ്യത്തെ മരുമകളെ പേരും അതന്നെ അല്ലായിരുന്നോ? ഫൈസൽക്ക് ആദ്യം കിട്ടിയേ? ഓള് പോയതല്ലേ? അത് ശരി, നല്ല പെണ്ണായിരുന്നില്ലേ ആ പെണ്ണ്. എന്നാലും മൂത്തമ്മക്ക് കുറച്ച് ഭാഗ്യമുണ്ട്, ആദ്യത്തെ മണവാട്ടിൻ്റെ അതേ പേര് തന്നെയുള്ള പെണ്ണിനെ കിട്ടിയില്ലേ. അപ്പം കഴിച്ചില്ലേക്കണ്, പേരെങ്കിലും വിളിക്കാലോ. എപ്പോഴും നുസൈബ മോളേന്നല്ലേ മൂത്തമ്മ വിളിച്ചിരുന്നത്. ഞാൻ ഉമ്മാനോട് എപ്പോഴും പറയും, ഉമ്മ മൂത്തമ്മക്ക് എന്തൊരു സ്നേഹമല്ലേ മരുക്കളോടൊക്കെ. എന്തോരം നല്ല രീതിയിലാണ് വിളിക്കലും പറച്ചിലൊക്കെ. മോളെ, നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം കാണിച്ചാൽ നമുക്ക് അങ്ങോട്ടും കാണിക്കാൻ തോന്നും. നമ്മോട് ഇങ്ങോട്ട് കുറച്ച് ചാടി നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവരോട് സ്നേഹേ തോന്നൂല. അതാണ് സംഭവം. ആ പെണ്ണ് അങ്ങനെയായിരുന്നു. ഉമ്മ ഒന്നും പുറത്ത് പറയാതെ തന്നെ ഈ രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. പക്ഷേ ഷമ്മാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു തോന്നലുണ്ടായിരുന്നു. അവർ ഇതറിഞ്ഞാൽ എന്ത് വിചാരിക്കും? അവരെല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തുമോ എന്ന് വരെ ഷമ്മാസ് വിചാരിച്ചു. അല്ല ഷാമോൻക്ക, എന്താ ഒരു പേര് ചോദിച്ചപ്പോൾ ഇത്രമാത്രം ടെൻഷനായത്? മുഖമൊക്കെ വല്ലാതെ വാടിയല്ലോ. ചായ കുടിക്കണമല്ലേ, കടയിൽ തിന്നോടേ? മോനെ തിന്നടാ, എളാമ പറയുന്നു. എളാമ തിന്നുന്നുണ്ട്. പിന്നെന്താടാ, നീ കഴിക്ക്. ഉമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിക്കും ഉമ്മക്കത് മനസ്സിലായിരുന്നു. അത് ഫൈസലിൻ്റെ ഭാര്യയെയാണ് താൻ കെട്ടാൻ പോകുന്നുള്ള വാർത്ത ഇവരൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നാണ് ഷമ്മാസ് വിചാരിക്കുന്നത്. നുസൈബ എന്നാണല്ലേ പേര്? ഓഹോ, അപ്പോൾ നുസൈബ ഷമ്മാസ് അങ്ങനെ ആയിരിക്കും അല്ലേ? പിന്നെ എനിക്കൊരു വെഡ്ഡിങ് ഗിഫ്റ്റൊക്കെ എനിക്ക് അങ്ങോട്ട് തരാനൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതിലെഴുതാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? നുസൈബ ഷമ്മാസ് അല്ലേ? നീ എനിക്കതൊന്നും തരണ്ട പെണ്ണേ. അതൊക്കെ എന്തിനാ? അല്ലേ, അതൊക്കെ ഉണ്ടേ. നിങ്ങളെവിടെ സേവ് ദ ഡേറ്റ് ഉണ്ടാക്കണ്ടേ? അതിന് സമയമായിട്ടില്ലല്ലോ. അതിനു മുമ്പ് നിശ്ചയമുണ്ട്. എന്നിട്ടാണ് നിക്കാഹിനുള്ള ഡേറ്റ് തീരുമാനിക്കുക. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ? ഡ്രസ്സ് മഹർ ഞാൻ വരും കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലെങ്കിലും ഇവനോട് ഓൾക്ക് ഒരു കൊത്തിപ്പറി ഏറെയാണ്. ഓളെ വലിയ രണ്ട് കാക്കാരുണ്ടല്ലോ, നവാസാക്കും ഫൈസൽക്കും. ഓലോടൊന്നും വല്ല അടുക്കൂല. നവാസ് പിന്നെയും ഫൈസലിനോടൊന്നും അങ്ങനത്തെ ഒരു ഇതേ ഇല്ല. ഓൾക്ക് പറയാൻ പറ്റുന്നവർ പറയും, അത്ര തന്നെ. എടാ മോനെ, ഈ ഒന്നും കാര്യമൊക്കെ കണ്ടിട്ട് ഓളെ വർത്താനൊന്നും. ഈ എൻ്റെ കുട്ടി ചായ കുടിക്ക്, എളാമ അവനോട് പറയുന്നു. എളാമ ഓള് പറയട്ടെ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. എന്നാലെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ ഇവിടെ ഒരാളിങ്ങനെ കടകടാ പറയാനുണ്ടായാൽ അല്ലേ? അല്ലാതെ ഇങ്ങനെ മിണ്ടാതെ മുഖം. എൻ്റെ പൊന്നാര പെണ്ണെ, എൻ്റെ വീട്ടിലുണ്ട് 2 മരുക്കൾ. എനിക്ക് ആ കുട്ടി എന്നോട് വന്ന് ഉമ്മമ്മ എന്ന് വിളിച്ച് എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ ഒരു സമാധാനമാണ്. മറ്റുള്ള 2 ആളും നമ്മളോടൊരു വാക്ക് പറയേ മിണ്ട് ഒന്നുമില്ല. അവരവരെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ. എന്നാലോ ഭക്ഷണം കഴിക്കാനൊക്കെ നേരത്തിന് വരികയും ചെയ്യും. താത്ത സാരില്ല, അതൊക്കെ പരീക്ഷണം എന്ന് കൂട്ടിക്കോളി. എന്തായാലും താത്താക്ക് നല്ലൊരു മരുമകൾ ഉണ്ടായിരുന്നല്ലോ, ഓൾ പോയില്ലേ, സാരില്ല. അല്ലെങ്കിലും പഠിച്ചോന് ഇഷ്ടപ്പെട്ടോലെ. പഠിച്ചോന് നമ്മളെടുത്ത് കൂടുതൽ നിർത്തൂല തോന്നുന്നുണ്ട്. ഒന്ന് കാക്കാക്ക് എന്തൊരു സ്നേഹമുള്ള മനുഷ്യനേനല്ലേ. അദ്ദേഹത്തിനും പഠിച്ച റബ്ബ് വേഗം വിളിച്ചു. ആ പെണ്ണിനും അവനങ്ങോട്ട് ഒഴിവാക്കി. അത് കേട്ടപ്പോൾ ഉമ്മക്ക് മനസ്സിന് വിഷമമൊന്നും തോന്നിയില്ല. ഉമ്മ പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. എന്താ ചിരിച്ചത്? അല്ലടി, കുറച്ചു കാലമൊക്കെ പഠിച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കും. പക്ഷേ പിന്നീട് നമുക്ക് പഠിച്ച റബ്ബ് നല്ലത് നൽകും.
പക്ഷേ മനസ്സിന്നങ്ങോട്ട് മായ്ക്കാൻ പറ്റാത്തത് എൻ്റെ ഷാമോൻ്റെ ഉപ്പാനാണ്. അതെനിക്ക് മറക്കാൻ കഴിയണില്ലടി. അത് ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് അതിൻ്റെ വേദനകൾ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. എന്താ അറിയില്ല, മറ്റുള്ളവരെ കല്യാണത്തിനൊക്കെ അവരെ ഉപ്പന്നെയായിരുന്നു മുന്നിട്ടിറങ്ങേണ്ടത്. എല്ലാ കാര്യത്തിനും ഒന്നിനും ഞാൻ ഇറങ്ങേണ്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ചെറിയ കുട്ടീൻ്റെ കല്യാണത്തിന് ആരും ഇറങ്ങാനില്ല ഒന്നിനും. അപ്പം പിന്നെ ഞാൻ ഇറങ്ങില്ലാതെ എന്ത് ചെയ്യും? താത്ത അതൊന്നും സാരില്ല, ഞങ്ങളൊക്കെ ഇല്ലേ, എന്തായാലും പഠിച്ചോ ഹയറാക്കട്ടെ. അല്ല, എവിടെയാണ് പെണ്ണിൻ്റെ പേരാന്ന് പറഞ്ഞത്? എടി, പെണ്ണിൻ്റെ പേര അതൊക്കെ നമുക്ക് അറിയണ പേര തന്നെയാണ്. ആ ഏതേ നിങ്ങളെ അടുത്താണോ, അയൽവാസികളെങ്ങാനും ആണോ? ഹേയ് അല്ല, അനക്ക് അറിയില്ലേ നമ്മളെ ആദ്യത്തെ ഫൈസലിൻ്റെ പെണ്ണുങ്ങളെ പേരറിയോ? ആ, നുസൈബാൻ്റെ പേരൻ്റെ അവിടെ ഇരുത്താണല്ലോ. പഠിച്ച റബ്ബേ, ഇനി കാണൂലേ? കാരണം നമ്മളിപ്പോൾ കല്യാണത്തിന് അങ്ങോട്ട് ചെല്ലും. എന്തായാലും നമ്മളൊക്കെ നല്ല സ്വഭാവമുള്ള കുട്ടിയൊക്കെ തന്നെയാണ്. ആ കുട്ടിക്ക് പോൽക്കിപ്പോൾ എന്തായാലും കല്യാണത്തിന് പോലും കൂടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അയൽവാസികളാണെങ്കിലും കുടുംബമാണെങ്കിലും ഒക്കെ അതൊരിടങ്ങാറ് ആൾക്കാരല്ലേ. ആ പെണ്ണിങ്ങനെ നമ്മളെ കാണുമ്പോഴൊക്കെ, പിന്നെ ഫൈസലിൻ്റെ കൂടെ ആ പെണ്ണിനെ കാണുമ്പോഴും പാവം ആ കുട്ടി എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കും. വല്ലാത്തൊരു താത്തങ്ങൾ എന്തിനാ അവിടെ നിന്നൊക്കെ എടുത്ത് എന്നാൽ കുറച്ച് വെട്ടുന്നാക്കിക്കൂടേനോ? ആ പെണ്ണിനത് എത്ര ഇടങ്ങാറുണ്ടാകും. തന്നെ കെട്ടിച്ചയച്ച വീട്ടിലത്തെ ആൾക്കാരെ കാണുമ്പോൾ അത് ഏതൊരു പെണ്ണിൻ്റെയും മനസ്സിന് വല്ലാത്ത വേദന സൃഷ്ടിക്കും. അതുമല്ല, ഇനിയിപ്പോൾ അനിയൻ്റെ കല്യാണമല്ലേ, ഷമ്മാസൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഫൈസലിനും നവാസിനൊക്കെ അങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ഏട്ടന്മാരൊക്കെ എന്തായാലും പോകലും നിർബന്ധമായിരിക്കും. അപ്പോൾ ഓലൊക്കെ കാണുമ്പോൾ ആ പെണ്ണത് കാണാനിട വന്നാൽ എത്ര സങ്കടം ഉണ്ടാവും. അനിയത്തിയുടെ സംസാരം കേട്ട് മൂത്തമ്മ ചിരിക്കുകയാണ് ചെയ്തത്. സിനു ചോദിച്ചു, അല്ല മൂത്തമ്മ, നിങ്ങളിപ്പോൾ എന്താ വിഷമമുള്ള സംഭവം പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ചിരിക്കണേ? ഉമ്മ നുസൈബാൻ്റെ സങ്കടകഥ പറഞ്ഞതല്ലേ? ശരി തന്നെയല്ലേ മൂത്തമ്മ, ഞമ്മക്ക് അവളെ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മളിപ്പോൾ അവരെ കാണുമ്പോഴൊക്കെ ഇനിയിപ്പോൾ അവൾക്കും ഇത് ഇടങ്ങാറാവൂലേ? എന്താ മൂത്തമ്മ അത്ര എഴുത്തുന്നൊക്കെ നിങ്ങളാക്കിയത്? മോളെ, അത്ര അടുത്തുനിന്നല്ല, ആ വീട്ടിൽ നിന്ന് തന്നെയാണ്. പഠിച്ച റബ്ബേ, എന്താ മൂത്തമ്മ നിങ്ങളീ പറയണത്? താത്ത, നിങ്ങളെന്താ പറയണത്? ആ വീട്ടിൽ നിന്നോ? ആ വീട്ടിൽ നിന്ന് തന്നെയാണ് കല്യാണം. അപ്പോൾ ആ കുട്ടികളൊക്കെ വലുതായോ? അന്ന് കുറച്ച് ചെറുതായിരുന്നല്ലോ അല്ലേ? അപ്പോൾ 18 വയസ്സൊക്കെ ആയോ ആ കുട്ടികൾക്ക്? 2 അനിയത്തി കുട്ടികളുണ്ടായിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ പിന്നെ ചെറുവിൽ വേണമെങ്കിൽ വയസ്സ് നോക്കാതെ അറിയാതെയും താത്ത 18 ആയിക്കോട്ടെ കേട്ടോ, എന്നിട്ടായിരിക്കും നല്ലത്. മറ്റേത് കേസാവും. എന്തിനാണ് വെറുതെ? അല്ല, അതിപ്പോൾ മോശമല്ലേ ഏട്ടത്തി അവിടെ നിൽക്കുമ്പോൾ അനിയത്തിനിങ്ങനെ അങ്ങനെ ഓരിങ്ങനെ കല്യാണം ഉണ്ടാക്കുമോ? ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ, ഏട്ടത്തിനെ കല്യാണം ഉണ്ടാക്കുമ്പോൾ അനിയത്തിമാരാണ് ഇതിൽ സന്തോഷിക്കുന്നത്. താത്താൻ്റെ കല്യാണം തന്നെയാണ് കഴിയണത്, അല്ലാതെ അനിയത്തിൻ്റെ എല്ലാ കുട്ടികൾക്ക് 18 വയസ്സൊന്നും ആയിട്ടില്ല. താത്ത എന്ത് നിങ്ങളീ പറയണത്? ആ പെണ്ണെ, അപ്പോൾ ആരായിട്ടാണ് കല്യാണം? എനിക്കൊന്നും മനസ്സിലാണില്ല. ഷാമോനെ, അപ്പോൾ ആരാണ് ഈ കെട്ടണത്? ഉമ്മയുടെ മുഖത്തേക്ക് ദയനീയമായി അതാ അവൻ നോക്കുന്നു. സിനുവിൻ്റെയും എളാമയുടെയും മുഖത്തേക്കും മാറി മാറി നോക്കി. ഉമ്മ അവരോടെല്ലാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, എൻ്റെ മോൻ ഷമ്മാസ് കെട്ടണത് മറ്റാരെയല്ല, നുസൈബാനെ തന്നെ. ലാ ഹൗല വലാ, പടച്ചറപ്പേ, എന്താ താത്തേ കേൾക്കണത്? നിങ്ങൾ സത്യം പറയണം, നിങ്ങൾ തമാശ വിടി, നിങ്ങൾ തമാശ കളിക്കല്ലേ, ഇത് കല്യാണക്കാരിയാണ്. എന്തെങ്ങളീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലല്ലോ. ഷ്യാമോൻക, നിങ്ങൾ സത്യം പറയണോ? അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പേര് നുസൈബന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 പേർക്കും ഒരേ പേരാന്നൊക്കെ. അപ്പോൾ എന്താണിത് യാഥാർത്ഥ്യത്തിൽ? നിങ്ങൾ ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുന്നത്? ഷ്യാമോന് തീരെ കെട്ടാത്ത ആളുമല്ലേ? ആ പെണ്ണ് പേരിന് എന്തായാലും ഒന്ന് കല്യാണം കഴിഞ്ഞില്ലേ? അതന്നെയാണ് മക്കളെ ഞാൻ പറയണത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നുസൈബാനെ തന്നെയാണ് പഠിച്ച റബ്ബ് എനിക്ക് വീണ്ടും തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ കാര്യം പറയാനൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നതും. ആ ഒരു ഷോക്കിൽ നിന്ന് ഉമ്മയും സിനുവും വിമുക്തിയായിട്ടില്ല ഇപ്പോഴും. ഇമ്മ, സത്യത്തിലാണോ ഷാമോൻക നുസൈബാത്താനെ കിട്ടുന്നത്? സത്യമായിട്ടും? അതല്ലേ മോളെ പറയണത്. അല്ല, ആ പെണ്ണ് നല്ല ഗ്ലാമറാണ്, നല്ല മഞ്ജുവാണ്, മൂത്തമ്മക്ക് പറ്റിയൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഓൾതല്ലാത്ത കാര്യത്തിനല്ലേ ഓളെ ഒഴിവാക്കിയത്.
പാവാണ് ആ കുട്ടി. സത്യം പറഞ്ഞാൽ ഒഴിവാക്കിയപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഷാമോനിപ്പോൾ എങ്ങനെ അത് കണ്ടുപിടിച്ചു? അതാണ് മക്കളെ, ഞാനൊക്കെ പറയാം. എൻ്റെ ഷാമോന് ആ കുട്ടീനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു, കണ്ടിട്ടില്ലായിരുന്നു. ജ്യേഷ്ഠൻ്റെ ഭാര്യ ഇങ്ങനെ കല്യാണം കഴിച്ച് ഒഴിവാക്കിക്കണമെന്നുള്ള കാര്യമൊക്കെ അറിയായിരുന്നു. പക്ഷേ എൻ്റെ മോൻ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ആ പെണ്ണ് കോളേജിൽ പഠിക്കാൻ പോണ സമയത്ത് മോൻ്റെ ഷോപ്പ് അവിടെ മുന്നിൽ തന്നെയാണ്. എന്താ എൻ്റെ കുട്ടിക്ക് ഓളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഓളെ ചങ്ങാഴ്ചനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നല്ലേ ഇത് എനിക്ക് ആളെ മനസ്സിലാണ് ഹോസ്പിറ്റലിൽ വെച്ച്. സുബ്ഹാനല്ലാ, ഞാൻ പഠിച്ച റബ്ബിനെ ഒരുപാടൊന്ന് സ്തുതിച്ചിക്കണ്. എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ വിചാരിച്ച്. ഇനി റബ്ബേ, ഇനി ഏതെങ്കിലും വീട്ടിലേക്കായിരിക്കും ഓള് പോവുക, എനിക്ക് ആ ഭാഗ്യമില്ല എന്ന് വരെ ഞാൻ പഠിച്ചവനോട് പറഞ്ഞിരുന്നു. പഠിച്ച റബ്ബിൻ്റെ നിയമത്ത്, അല്ലാതെ എന്താ പറയുക. എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടി എനിക്കത് മാത്രമാണ്. പിന്നെ അല്ല, ഷാമോനത്തിന് അറിഞ്ഞപ്പോൾ എതിരൊന്നും പറഞ്ഞില്ല താത്ത? അനിയത്തി സ്വകാര്യമായി ഏട്ടത്തിയോട് ചോദിച്ചു. എന്ത് പറയാൻ, ഓൻ തന്നെയല്ലേ കണ്ടുപിടിച്ച്, നമ്മളല്ലല്ലോ. ഞാൻ നിർബന്ധിച്ച് മോനെ ഈ ഓളെ കെട്ട്, എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫാണ് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പറയാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഓൻ പറഞ്ഞു കെട്ടരം നടക്കൂല, സംരക്ഷിക്ക വേണമെങ്കിലെന്ന്. പക്ഷേ ഇപ്പതാ ഓനെ ഹിജാബി എന്ന് കൊണ്ടെടുക്കുന്ന പെണ്ണ് അതുതന്നെയാണ്. പഠിച്ചോനെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. ഏളാമ്മ നേരെ ഷാമോൻ്റെ അടുത്തേക്ക്. ഷാമോനെ, ഈ ആലോചിച്ച് കണ്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ പറയണത്. നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആദ്യം സ്നേഹിച്ചു, പക്ഷെ അറിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാര്യനെ സ്നേഹിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും തോന്നിയില്ലേ? ഇത്താത്ത, ഫസ്റ്റ് ടൈം എനിക്ക് എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയതായിട്ട് തോന്നി. പക്ഷേ എൻ്റെ ഹിജാബി, അത് അവളെ ഞാൻ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോയി. ജ്യേഷ്ഠൻ്റെ ഭാര്യ ആയിരുന്നു അന്ന്, പക്ഷേ ഇന്നവൾ ആരുമല്ല. ഇന്നവൾ എനിക്കുള്ള പെണ്ണ് തന്നെയാണെന്ന് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. സത്യമായിട്ടും ഷാമോനെ ശരിക്കും ആലോചിച്ചിട്ട് ചെയ്തട്ടോ. പിന്നൊരു പ്രശ്നത്തിനിട വരരുത്. കാരണം ഫൈസലിൻ്റെ സ്വഭാവം എനിക്ക് അറിയണമല്ലേ. ഓനെന്ന് വെച്ചാൽ ഓൻ്റെ ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടുണ്ടാണ്. ഇനിയിപ്പോൾ അതല്ല, ഈ പെണ്ണിനെ അങ്ങോട്ട് കെട്ടിക്കൊടുന്നാലും ഇവനിപ്പോൾ എന്തെങ്കിലും ബുദ്ധി തോന്നിക്കാണ്ട് ഓളെ നേർക്കറ്റ് വന്നാലോ? ഒന്നിനും അല്ലേ, ഓളെൻ്റെ ഭാര്യയായിരുന്നല്ലോ, ഓളെ ഞാൻ അനുഭവിച്ചിട്ടില്ല, ഓളെ കൂടെ ഞാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് ഇയൊക്കെ ഇല്ലാത്ത സമയം എനിക്ക് ഫൈസലിന് വിശ്വാസമില്ല. ഓനതിന് പല കുറ്റം പറയല്ലോ. അങ്ങനല്ലേ, ഞമ്മക്കൊരു പെൺകുട്ടികളൊക്കെ ഇപ്പം അങ്ങനെ വീട്ടിലിട്ട്, അതും ആ പെണ്ണെന്ന് വെച്ചാൽ എന്തോരം നല്ലൊരു പെൺകുട്ടിയാണ്, എന്ത് കാണാൻ തന്നെ വലിയൊരു ഇതാണ്. അതുമല്ല, പിന്നെയെന്ന് വെച്ചാൽ ഒരു പരീക്ക് മതി, നല്ല അടുക്കും ചിട്ടയും പണിയെടുക്കലും നിസ്കാരം ഓത്തും അതും പിന്നെ എല്ലാവരെ കൊണ്ട് നിസ്കരിപ്പിക്കലും ഒക്കെ മൊത്തത്തിൽ നല്ല കുട്ടിയാണിടാ. ആ കുട്ടിനെ പഠിച്ച റബ്ബ് കാക്കട്ടെ. എന്തായാലും ഞാൻ ഇതിപ്പോൾ ആരോടും പറയണില്ല. അത് ഞാൻ പറഞ്ഞാലേ ഇനിയിപ്പോൾ ഓൻ്റെ ചെവിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നമാക്കണ്ടേ. എന്തായാലും നിങ്ങൾ നിക്കാഹാണ് കഴിച്ചോളി വേഗം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വലിയതായിട്ട് കഴിച്ചണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നിക്കാഹ് കഴിച്ചിട്ട് നമുക്ക് കല്യാണം വലുതാക്കാം. അതല്ല നല്ലത്, എളാമ ഷാമോനോട് പറഞ്ഞു. അത് കേട്ട് ഉമ്മ പറഞ്ഞു, അതേ നോക്കട്ടെ, ഇൻഷാ അല്ലാ എനിക്ക് വലിയതായി കഴിക്കണം. എനിക്കിനി വേറെ കുട്ടികളൊന്നുമില്ല, എൻ്റെ ചെറുത് ഓനാണ്. അപ്പോൾ മറ്റോളതൊക്കെ നല്ല മട്ടത്തിന് അന്തസ്സോട് കൂടി കഴിഞ്ഞിരിക്കണ്. ഓലപ്പാക്ക് ആഗ്രഹം അങ്ങനെ തന്നെ. ആ ചെറിയ കല്യാണം കഴിച്ച് കാട്ടിക്കൂട്ടിലൊന്നും ഓലപ്പച്ചിക്ക് പറ്റൂലേനും. അപ്പോൾ പിന്നെ ഞാനായിട്ട് പോയി കുറക്കണ്ടല്ലോ. ഒരുവിധ ആൾക്കാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും കുടുംബങ്ങളോടൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കല്യാണമൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ നിക്കാഹ് ഇനിയിപ്പോൾ അത്ര ഇല്ലെങ്കിലും ആണ്ട് കഴിച്ചിടാം. താത്ത, എനിക്ക് ആലോചിച്ചിട്ട് പേടിയാണ്. അല്ല, ഫസീലില്ല ഇവിടെ? ഓളെന്തേലും പ്രശ്നം ഉണ്ടാക്കുമോ? ഓളുണ്ടാക്കണേ ഉണ്ടായിക്കോട്ടെ, ഓളപ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല. അന്ന് കുറേ തെറ്റിപ്പോയി അങ്ങനെയൊക്കെ നടന്ന് ഇപ്പോൾ തിരിച്ച് വന്നിക്കണ്. നവാസും തന്നെ ഓളെ മൈൻഡ് ചെയ്യണില്ല. ഓളെ നന്നാവില്ലമ്മ, കുറേ കാലമായി ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഓൻ പറയണത് എന്തായാലും എൻ്റെ കുട്ടിക്ക്, എൻ്റെ ഷാമോൻക്ക് നുസൈബ എന്നുള്ള പെൺകുട്ടി ഹൈറാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം രണ്ടാളത് ഏകദേശം ഒരേ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ചേർച്ചുള്ളതല്ലേ നമുക്ക് ഒപ്പിക്കാൻ പറ്റുള്ളൂ. ചേർച്ചയില്ലാത്തത് പറ്റുമോ? ഒരാളിങ്ങനെ അങ്ങനെ ഇങ്ങനെ നടക്കുക, ഒരു കുട്ടി ദീനിയായി നടക്കുക, അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയൂല. രണ്ട് പേർക്കും ഒരേ മനസ്സും ഒരേ ഇതുവാണെങ്കിൽ നല്ല രീതിയിൽ പോകും. അല്ലാതെ ഒരാൾ വിലങ്ങിനെയും ഒരാൾ മറ്റേൽക്കും ആയാലേ ഒന്നും സംഭവം നടക്കൂല. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനോടൊന്ന് പറയാനുള്ളവരോട് പറയാൻ പറ്റൂലല്ലോ. പിന്നെ ഇപ്പോൾ താത്തത് പറഞ്ഞില്ല, എന്തോ പറയാഞ്ഞോ, അങ്ങനെ ഒരു വാക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞു കേട്ടോ. സിനോ, അപ്പോൾ മൂത്തമ്മാൻ്റെ കുട്ടി വരണം കേട്ടോ. ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാനോ ഒക്കെ വിളിക്കണ്ട് അന്നെ ഞാൻ. മൂത്തമ്മാൻ്റെ കുട്ടിക്ക് ഒഴിവുള്ള പോലൊക്കെ. മൂത്തമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ
നുസൈബാൻ്റെ കാര്യം കേട്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഷാമോൻക്ക് കെട്ടാൻ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. മൂത്തമ്മ സത്യമായിട്ടും ഒരു പെണ്ണായിരുന്നു, നല്ലൊരു പെൺകുട്ടിയായിരുന്നു. ആ പെണ്ണിനെ നിങ്ങളെ വീട്ടിലേക്ക് കൊടുന്ന നല്ലൊരു ഭാഗ്യമാണ്. എൻ്റെ മൂത്തമ്മക്ക് സ്നേഹമുള്ളൊരു കുട്ടിയല്ലേ. എനിക്ക് സന്തോഷമുള്ളൂ, എൻ്റെ മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് ഫൈസലാക്ക് അങ്ങനെ കാട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം വന്നിരുന്നു ആ പെണ്ണിൻ്റെ കാര്യത്തിൽ. എന്നാലും രക്ഷപ്പെട്ടല്ലോ. ഷാമോൻക്ക നിങ്ങൾ നല്ലോ നോക്കണം കേട്ടോ. നസീബാന നല്ലൊരു പാവം പെൺകുട്ടിയാണേ. നിങ്ങളെ വീട്ടിലേക്ക് എത്തിയാൽ നിങ്ങളൊക്കെ കഴിച്ചിലാവും, അതാണ് പറയണത്. അത് കേട്ട് ഷമ്മാസ് ചിരിച്ചു. എല്ലാവർക്കും തൻ്റെ ഹിജാബിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണെന്ന് അറിഞ്ഞ ഷമ്മാസത മനസ്സിനുള്ളിൽ ഒരുപാട് സന്തോഷിക്കുന്നു. തൻ്റെ ഹിജാബി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവളായിരുന്നു. പക്ഷേ തൻ്റെ ജ്യേഷ്ഠന് അവൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അവൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും നിൽക്കാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് ഏറ്റെടുത്തു എൻ്റെ നെഞ്ചിലെ ഹിജാബിയായിട്ട്. എളാമയുടെ മനസ്സിൽ അല്പം വിഷമവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും സിനുവിനൊക്കെ അത് കേട്ടപ്പോൾ വല്ലാതെ സന്തോഷമാവുകയാണ് ചെയ്തത്. കാരണം എളാമ ദുഃഖിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ആ പെണ്ണിന് എന്തെങ്കിലും വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് കരുതിയിട്ടാണ്. കാരണം അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിച്ചതുമാണ്. ഇനിയും ഒരു രീതിയിലുള്ള പ്രയാസവും ഉണ്ടാവരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.